പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ കണ്ടെത്തിയ മലമുകളിലെ സ്വർഗം, വെള്ളക്കാരൻ പറഞ്ഞ തിരുവിതാംകൂറിൻ്റെ സ്കോട്ട്ലൻഡ്, അതാണ് വാഗമണ്ണിൻ്റെ മടിത്തട്ടിൽ മറഞ്ഞു കിടക്കുന്ന വരാട്ടുമേട്. പണ്ട് ആരോ പറഞ്ഞു വെച്ചതുപോലെ സ്വർഗത്തിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞതാണ് എന്നത് ഇവിടെ വരുമ്പോൾ കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. ജീവിതത്തിലെ എത്രമാത്രം മോശപ്പെട്ട സമയമാണെങ്കിലും കൂട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി ബൈക്കെടുത്ത് ഒരു ഓഫ് റോഡൊക്കെ ചെയ്ത് വിജനമായ ഒരു മലയുടെ മുകളിലെത്തി കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ തന്നെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ്ഡ് ആവും. അങ്ങനെ ഒരു യാത്രയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ന്യൂ എപ്പിസോഡ് ഓഫ് അവർ ട്രാവൽ സ്റ്റോറീസ്. രാവിലെ ഈരാറ്റുപേട്ടയിൽ നിന്ന് വാഗമണ്ണിലേക്കുള്ള റൂട്ടിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാഗമണ്ണ് ചെന്നിട്ട് അവിടുന്ന് മൊട്ടക്കുന്നൊക്കെ പോകുന്ന ആ റൂട്ടിൽ ഏകദേശം ഒരു 15 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് നമുക്ക് വരാട്ടുമേട് പാലഴുകുംപാറയിലോട്ടൊക്കെ പോകുന്നത്. വാഗമണ്ണിലൊക്കെ പോകുന്നവർ സാധാരണ ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം പോയി കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് മടങ്ങി പോകാറാണ് പതിവ്. എന്നാൽ വാഗമണ്ണിൻ്റെ യഥാർത്ഥ സൗന്ദര്യമൊക്കെ ഒളിഞ്ഞിരിക്കുന്നത് ഇതുപോലെയുള്ള സ്പോട്ടുകളിലാണ്. വരുന്ന വഴിയിൽ വാഗമണ്ണിൻ്റെ പ്രവേശന കവാടം എന്നൊക്കെ പറയാവുന്ന കരിക്കാട് വ്യൂ പോയിന്റിൽ നിർത്തി കുറച്ച് ഡ്രോൺ ഷോട്ടൊക്കെ എടുത്തിട്ടാണ് പോയത്. കുറച്ചുകൂടെ രാവിലെ ഇറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ അവിടുത്തെ സൺറൈസിൻ്റെ കാഴ്ചകളൊക്കെ കാണുന്നത് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയ വഴിക്ക് തന്നെ ഓൾറെഡി ലേറ്റ് ആയിപ്പോയി. ഇനിയിപ്പോൾ ഏതായാലും സൺറൈസിൻ്റെ കാഴ്ചകളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. കേരളത്തിലെ ചുരം പാതകളിൽ തന്നെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തരുന്ന ഒരു സ്ഥലമാണ് വാഗമണ്ണിലേക്ക് പോകുന്ന ഈ ഒരു റൂട്ട്. കരിക്കാട് ടോപ്പൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് ഇപ്പോൾ പുതിയൊരു സിപ്പ് ലൈനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരാൾക്ക് 800 രൂപയാണ് ചാർജ് വരുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ ഡ്രോൺ ഷോട്ടർ വേണമെങ്കിൽ 600 രൂപയുടെ എക്സ്ട്രാ മുടക്കേണ്ടി വരും. ഇവിടെ തന്നെ ഇപ്പോൾ പുതിയൊരു സംഭവം കൂടെ തുടങ്ങിയിട്ടുണ്ട്. ഫോട്ടോ എടുക്കാനുള്ളൊരു ഫ്രെയിം ആണെന്ന് തോന്നുന്നു. ഏതായാലും ഇതുവരെ അതിൻ്റെ ഇനാഗുറേഷൻ ഒന്നും കഴിയാത്തത് കൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ കയറി പോകാൻ പറ്റത്തില്ല. ഇന്ന് ഞായറാഴ്ച ആയിട്ടുകൂടി വാഗമണ്ണിൽ പൊതുവെ തിരക്ക് കുറവാണ്. മുട്ടക്കുന്നുകളൊക്കെ ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അവിടെ നിന്ന് വണ്ടി നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. വാഗമൺ മെഡോസിൻ്റെ അവിടുന്ന് കട്ടപ്പന പോകുന്ന റൂട്ടിലാണ് നമുക്ക് പാലഴുകുംപാറയിലേക്ക് പോകേണ്ടത്. ആ റൂട്ടിൽ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ തന്നെ വലതുവശത്തേക്ക് ഒരു വഴി കാണാൻ പറ്റുന്നുണ്ട്. അവിടെ പാലഴുകുംപാറ എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററോളം യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പാലഴുകുംപാറയുടെ മുന്നിലെത്താൻ പറ്റും. അവിടെ നിന്ന് പിന്നെ ഓഫ് റോഡൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ടോപ്പിലേക്ക് പോകുവാനായിട്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വഴി വളരെയധികം മോശമായിട്ടാണ് കിടക്കുന്നത്. ആ ദൂരെ കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മളിനി വണ്ടി ഓടിച്ച് കയറ്റാൻ പോകുന്നത്. മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് വഴി ശരിക്കും മോശമായിട്ടുണ്ട്. 2 സൈഡിലുള്ള കോൺക്രീറ്റ് മാത്രമേ പൊളിയാൻ ഇനി ബാക്കിയുള്ളൂ. ബാക്കി സെൻറ്ററിലുള്ള ടാർ ഫുള്ള് ഇളകി പോയിട്ടുണ്ട്. അങ്ങനെ ഒരു 8-9 കിലോമീറ്റർ യാത്ര ചെയ്ത് അവസാനം പാലഴുകുംപാറ വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഫാമിലിയായിട്ട് കാറിനൊക്കെ വരുന്നവർക്ക് ഇവിടം വരെ വരാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഓഫ് റോഡ് വണ്ടിയോ ജീപ്പോ ബൈക്കോ ഒക്കെ വേണ്ടി വരും. അല്ലാത്തവർ ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടിട്ട് പോകേണ്ടി വരും. നമ്മളേതായാലും മുന്നോട്ട് പോവുകയാണ്. കുറച്ച് ദൂരം അങ്ങോട്ട് കോൺക്രീറ്റ് റോഡിൽ പോയി കഴിയുമ്പോൾ ഒരു ആൽമരത്തിൻ്റെ ചോട്ടിലെത്തും. ഇവിടെ നിന്ന് ലെഫ്റ്റ് കാണുന്ന വഴിയിലൂടെയാണ് വരാട്ടുമേടിലേക്ക് നമുക്ക് പോകേണ്ടത്. മാപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നേരെ കാണുന്ന ആ വഴിയും കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിലേക്ക് പോകാൻ സാധിക്കില്ല. ഇവിടെ മുതലാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് റോഡൊക്കെ ആണെങ്കിലും ഇവിടെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെ പള്ളിയും കടകളും കുറച്ച് വീടുകളും ഒക്കെ ഉണ്ട്. ഇത്രയും മോശമായിട്ടുള്ള വഴികളിലൂടെയാണ് ഇവർ വീടുകളിലേക്കൊക്കെ പോകുന്നത്. ഈ ഒരു റൂട്ടിൻ്റെ ഏറ്റവും മോശം ഭാഗം തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. നമുക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഈ വഴിയുടെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലാവില്ല. യഥാർത്ഥത്തിൽ വണ്ടി ഓടിച്ച് വരുമ്പോൾ മാത്രമാണ് ഈ ഒരു റഫ് ടെറൈൻ്റെ യഥാർത്ഥ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നത്. ശരിക്കും ഇപ്പം മഴയില്ലാതെ ഡ്രൈ ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ കയറി പോകാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വണ്ടി ഇവിടെ സ്കിഡ് ആവാനും തെന്നി വീഴാനുള്ളൊക്കെ ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് മഴയില്ലാത്തൊരു സമയം നമ്മൾ ഇങ്ങോട്ട് പോകാനായിട്ട് സെലക്ട് ചെയ്തത്. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ കോൺക്രീറ്റ് ചെയ്ത റോഡൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വഴി നല്ല അടിപൊളിയായെന്ന്. എന്നാൽ ആ പ്രതീക്ഷ തെറ്റാണെന്ന് കുറച്ചുകൂടെ മുന്നോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാവും. ഇവിടുത്തെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആ ഒരു പോർഷൻ മാത്രമാണ് നിലവിൽ കോൺക്രീറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുള്ളത്. ബാക്കി മുന്നോട്ട് പഴയ പോലെ തന്നെയാണ് കിടക്കുന്നത്. കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല നല്ല വ്യൂസൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ഇത്രയും നേരം വന്നതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്.
ഇനി ഇവിടുന്ന് മുകളിലേക്കുള്ള യാത്രയാണ് ഇവിടുത്തെ ഏറ്റവും ടാസ്ക് പിടിച്ച പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ഒറ്റ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മൾ വരാട്ടുമേടിൻ്റെ ടോപ്പിലെത്താൻ പറ്റും. എന്നാൽ ഇത്രയും ഒരു ഭാഗം എന്ന് പറയുന്നത് കല്ലും മണ്ണും ഒക്കെ ആയിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ കയറി പോകും. എക്സ്പൾസും ഹിമാലയനും ഒക്കെ നല്ല ഈസി ആയിട്ട് കയറി പോകുന്നുണ്ടെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിട്ടുള്ള വണ്ടികൾ നോക്കി ഓടിച്ചില്ല എന്നുണ്ടെങ്കിൽ അടിയൊരഞ്ഞ് ഒരു തീരുമാനമാകാനുള്ള സാധ്യതയുണ്ട്. പണ്ട് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാതെ കിടന്ന ഈ സ്ഥലമൊക്കെ ഇപ്പോൾ ബൈക്ക് റൈഡേഴ്സിൻ്റെ പ്രിയപ്പെട്ട സ്പോട്ടാണ്. ഓഫ് റോഡ് വണ്ടിയൊക്കെ ഉള്ളവർ ഒരിക്കലെങ്കിലും ഇവിടെ വന്നു പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇത്രയും റഫായിട്ടുള്ള ടെറൈനിലൂടെ കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ചതിൻ്റെ ടോപ്പിൽ വന്നത് വെറുതെ ആയില്ല എന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു ഒറ്റ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ താഴെ നിന്ന് കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ കഷ്ടപ്പെട്ട് ഇതിൻ്റെ മുകളിൽ തന്നെ വരണം. അവിടം കൊണ്ട് കാഴ്ചകൾ മതിയാക്കി തിരിച്ചു പോകുന്നവർക്ക് യഥാർത്ഥ നഷ്ടം തന്നെയാണ്. നല്ല കോടമഞ്ഞൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു വെള്ളച്ചാട്ടം കാണാമെന്നുള്ള പ്രതീക്ഷയിലേക്കാണ് ഇവിടെ വന്നതെങ്കിലും ഇന്ന് പൊതുവേ നല്ല തെളിഞ്ഞ ക്ലൈമറ്റ് ആയിരുന്നു. യഥാർത്ഥത്തിൽ മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ കാഴ്ചകൾ വേറെ ലെവലായിരിക്കും. വണ്ടി സേഫായിട്ട് കൊണ്ടുവരാൻ തന്നെ മാക്സിമം കൊണ്ടുവന്നിട്ട് ബാക്കി ഏതായാലും നടന്നു കയറുവാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ മലയുടെ ടോപ്പിലെത്തുന്നതാണ്. പാല് പോലെ പതഞ്ഞൊഴുകുന്ന പാലഴുകമ്പാറയുടെ വിദൂര കാഴ്ചയും പച്ച നിറഞ്ഞ പുല്ലുമേടുകളൊക്കെ ആയിട്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിക്കും സമയം പോകുന്നത് പോലും അറിയില്ല. ശരിക്കും പറഞ്ഞാൽ വാഗമണ്ണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കൊച്ചു സ്വർഗം തന്നെയാണ് വരാട്ടുമേട്. കുറേ നേരം അതിലേക്കൂടെ നടന്ന് വീഡിയോസൊക്കെ മാക്സിമം ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പയ്യെ വിശപ്പ് തുടങ്ങിയത്. വാച്ചിൽ നോക്കിയപ്പോൾ സമയം 11 മണി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. കുറച്ച് ദൂരം മുന്നോട്ട് നടന്നപ്പോൾ തന്നെ നല്ലൊരു സ്ഥലം കിട്ടി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ പാലഴുകുംപാറയുടെ വിദൂര കാഴ്ചയും കാണാം. ഇത്തവണ ഏതായാലും ഫുഡൊക്കെ പാക്ക് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. രാവിലെ കഴിക്കാനായിട്ട് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ചായയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. വെളുപ്പാങ്കാലത്ത് എണീറ്റ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഒരു മലയുടെ മുകളിൽ കയറി വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് സ്വന്തം വീട്ടിലുണ്ടാക്കിയ ഫുഡ് കൂട്ടുകാരൊക്കെ ആയിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ആ ഒരു ഫീലൊന്നും ഞായറാഴ്ചയാണെന്ന് പറഞ്ഞ് വീട്ടിൽ മൂടി പൊളിച്ച് കിടന്നാൽ കിട്ടില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടപ്പോഴത്തേക്ക് ഒരുത്ത മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഏതായാലും കുറച്ച് ഫുഡ് മൂപ്പർ കൂടി കൊടുത്തു. എന്നാൽ പുള്ളിക്ക് ചപ്പാത്തി അത്ര ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതിലുള്ള കറി മാത്രം കഴിച്ചിട്ട് ചപ്പാത്തി പുള്ളി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നൂറുകണക്കിന് സഞ്ചാരികളെത്തുന്ന വരാട്ടുമേടിനെ പറ്റി അടുത്ത കാലത്താണ് പുറംലോകം അറിഞ്ഞത്. പ്രദേശവാസികളിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിലരാണ് വരാട്ടുമേടിന്റെ സുന്ദര കാഴ്ചകൾ പുറംലോകത്തോട് വിളിച്ചു പറഞ്ഞത്. പിന്നെ യൂത്ത് കൂടി ഏറ്റെടുത്തപ്പോഴത്തേക്ക് വരാട്ടുമേട് വളരെ ഹിറ്റായി. നായകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ജീവിതകാലത്തേക്കുള്ള നന്ദിയും സ്നേഹവും കാണിക്കുമെന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് തിരിച്ചു പോന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. മുകളിലേക്ക് കയറിപ്പോയതിനേക്കാളും ഇരട്ടി ടാസ്ക്കാണ് താഴേക്ക് വരുവാനായിട്ട്. ഈ ഇറക്കമൊക്കെ നല്ല സ്റ്റീപ്പ് ആയതുകൊണ്ട് പല സ്ഥലങ്ങളിലും വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. വരാട്ടുമേടിലേക്ക് പോകുന്ന വഴിയിൽ മൂന്നാറിലെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. തിരിച്ചു വരുന്ന വഴി തേയിലത്തോട്ടത്തിനകത്തൂടെ ഒരു റൗണ്ട് അടിച്ച് കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. അങ്ങനെ വരാട്ടുമേടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ്. ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കണം. അതിന് പറ്റിയ ഒരു സ്ഥലം തപ്പി നടന്നപ്പോഴാണ് റോഡ് സൈഡിൽ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടത്. എന്നാൽ ഇനി അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് മുന്നോട്ട് പോകുന്ന പ്ലാനിൽ കൈ കഴുകാനായിട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങി. വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സ് കൊണ്ട് കൈ കഴുകലിൻ്റെ കൂടെ തന്നെ കുളിയും കൂടെ കഴിഞ്ഞു.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആദർശാണ് ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. ഉച്ചയ്ക്ക് ഏതെങ്കിലും ചോറൊക്കെ കണ്ണൻ ചേട്ടനാണ് പാക്ക് ചെയ്തുകൊണ്ട് വന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ ചോട്ടിലിരുന്ന് പയ്യെ ഫുഡൊക്കെ ഓപ്പണാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉച്ചയൂണൊക്കെ കഴിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതുപോലത്തെ കൂടുതൽ ട്രാവൽ വീഡിയോസ് കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ ബൈ.